ഷിരൂരിൽ 7-ാം ദിവസത്തെ തെരച്ചിലും ലക്ഷ്യം കണ്ടില്ല. റഡാർ സിഗ്നൽ ലഭിച്ച രണ്ടിടത്തും ലോറിയില്ല. കരയിലെവിടെയും ലോറിയില്ലെന്ന് സൈന്യം. അടുത്ത ഘട്ടം തെരച്ചിൽ നദീതീരത്ത് ലഭിച്ച സിഗ്നൽ കേന്ദ്രീകരിച്ച്. കരയിൽ ലോറിയില്ലെന്ന് സൈന്യം വ്യക്തമാക്കുന്നു. കരയിൽ തിരച്ചിൽ പൂർത്തിയാക്കി. ഷിരൂരിൽ നിന്ന് സൈന്യം ഇന്ന് മടങ്ങിയേക്കും. സന്തോഷ് ചേരുന്നു. സന്തോഷ്, ഈ ദിവസം അവസാനിക്കുമ്പോൾ ഏതാണ്ട് 7-ാമത്തെ ദിവസം പൂർത്തിയാവുകയാണ് അർജുനെ കാണാതായിട്ട്. ഇന്നത്തെ അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഷമി, ഇന്നത്തെ തിരച്ചിൽ അല്പസമയത്തിനകം തന്നെ അവസാനിക്കും. ഏതാണ്ട് തിരച്ചിൽ പൂർത്തിയായ മട്ട് തന്നെയാണ്. ചില മണ്ണുമാന്തി യന്ത്രങ്ങളെല്ലാം ഇവിടെ നിന്ന് മടങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ ഈ ഒരു തിരച്ചിലും നിരാശയിലാണ് അവസാനിച്ചത്. രാവിലെ മുതൽക്ക് ഇന്ന് റഡാറുകളും അതോടൊപ്പം തന്നെ ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. ഉച്ചയോടുകൂടി ഈ ലോഹത്തിൻ്റെ സാന്നിധ്യം ഉൾപ്പെടെ മെറ്റൽ ഡിറ്റക്ടറിൽ കണ്ടെത്തിയതും പ്രതീക്ഷയ്ക്ക് വക നൽകിയിരുന്നു. 3 സ്ഥലങ്ങളിലാണ് അത്തരത്തിൽ ഡീപ്പ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറിൽ ലോഹത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയത്. എന്നാൽ പിന്നീട് അത് ഈ സ്ഥലത്തെല്ലാം മണ്ണുമാറ്റി പരിശോധന നടത്തി. അതിൽ ഏതാണ്ട് 3 സ്ഥലത്തെ പരിശോധനയും പൂർത്തിയായിട്ടുണ്ട്. അവിടെ ഒരു തരത്തിലുള്ള സാന്നിധ്യവും ലോഹത്തിൻ്റെ സാന്നിധ്യമോ അല്ലെങ്കിൽ വാഹനങ്ങളുടെ ഏതെങ്കിലും അവശിഷ്ടമോ മറ്റോ കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ കഴിയുന്നത് കരഭാഗത്തെ റോഡിനോട് ചേർന്നുള്ള ഭാഗത്തെ തിരച്ചിൽ ഏതാണ്ട് പൂർത്തിയായി എന്നുള്ളത് തന്നെയാണ്. അവിടെയുള്ള മണ്ണ് ഇനി അധികം മാറ്റാനില്ല. മാത്രമല്ല, ഈ റഡാർ ഉൾപ്പെടെ നടത്തിയ സിഗ്നൽ ലഭിച്ച സ്ഥലങ്ങളിലുള്ള മണ്ണെല്ലാം മാറ്റി പരിശോധിച്ചു. അവിടെയും ഒരു തരത്തിലുള്ള സൂചനയും ലഭിച്ചിട്ടില്ല. ഇനി നേരെ മറുഭാഗത്ത് നദിയോട് ചേർന്നുള്ള ഭാഗത്തുള്ള തിരച്ചിലാണ് അവശേഷിക്കുന്നത്. അവിടെ ഇപ്പോൾ ഒരു സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് അവസാനമായിട്ടുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട്. അതുകൂടി പൂർത്തിയായാൽ ഇന്നത്തെ തിരച്ചിൽ അവസാനിക്കും. നാളെ മുതൽക്ക് നദിയിൽ, ഗംഗാവാലി നദിയിൽ ഉള്ള തിരച്ചിലായിരിക്കും നടക്കുക. കാരണം ഏതാണ്ട് ഈ കരയിൽ ഇനി കരഭാഗത്ത് ലോറി ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ്. നദിയിലേക്ക് പതിച്ചിട്ടുണ്ടാകാം എന്നുള്ള ഒരു നിഗമനത്തിൽ നദിയിൽ ഉള്ള തിരച്ചിലായിരിക്കും നാളെ മുതൽ ആരംഭിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ അധികൃതർ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നത്തെ ഈ കരയിലെ തിരച്ചിൽ പൂർത്തിയായാൽ സൈന്യം ഇന്ന് തന്നെ മടങ്ങുകയും ചെയ്യും. അത് സർക്കാർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് അത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കും എന്നാണ് സൈനിക വൃത്തങ്ങൾ ഇവിടെയുള്ള അതിൻ്റെ നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ കാർവാർ MLA നേരത്തെ വ്യക്തമാക്കിയത് സൈന്യത്തിന് പുഴയിലൊന്നും ചെയ്യാനില്ല, അതുകൊണ്ട് അവർ മടങ്ങിയേക്കും എന്നുള്ള സൂചന അദ്ദേഹവും നൽകിയിട്ടുണ്ട്. നാളെ അത്യാധുനിക സംവിധാനങ്ങൾ എത്തിക്കും. അതായത് ഈ പുഴയിൽ അടിഞ്ഞിട്ടുള്ള മണ്ണ് മാറ്റുന്നതിനാവശ്യമായ കൂടുതൽ ആഴത്തിൽ മണ്ണ് മാറ്റാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഉപകരണങ്ങൾ എത്തി നദിയിൽ തിരച്ചിൽ നാളെ ആരംഭിക്കും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഷമി, സന്തോഷ്, രണ്ട് സ്ഥലത്താണ് ഇന്ന് പരിശോധന നടത്തിയത്. പിന്നീട് മൂന്നാമതൊരു സ്ഥലം കൂടി കേന്ദ്രീകരിച്ച് പരിശോധന നടക്കും എന്നൊരു വാർത്ത കൂടി വന്നിരുന്നു. അപ്പോൾ നമുക്ക് കരയിൽ ഈ ലോറി ഉണ്ട് എന്നുള്ള പ്രതീക്ഷ ഏതാണ്ട് പൂർണ്ണമായും അസ്തമിച്ചിരിക്കുകയാണ്. അതായത് ഇനിയുള്ള തിരച്ചിൽ പുഴയിലേക്ക് കേന്ദ്രീകരിക്കണം. തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കരയിൽ ഇന്ന് അത്തരത്തിലുള്ള പരിശോധനയാണ് നടത്തിയത്. റഡാറുകളും ഡിറ്റക്ടറുകളും എല്ലാം ഉപയോഗിച്ച് പ്രതീക്ഷയോടുകൂടിയുള്ള തിരച്ചിലായിരുന്നു. എന്നാൽ സിഗ്നൽ കണ്ടെത്തിയ സ്ഥലത്ത് നിന്ന് ഒന്നും ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. കരയിൽ ഇനി ലോറി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷക്ക് വകയില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. ഈ സൈന്യവുമായി ബന്ധപ്പെട്ടവരും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ജനപ്രതിനിധികളും എല്ലാം തന്നെ ഈ കാര്യം ആവർത്തിച്ച് പറയുന്നുമുണ്ട്. അതുകൊണ്ട് ഈ മറുഭാഗത്തേക്ക്, അതായത് മണ്ണിടിഞ്ഞ ഭാഗത്തിൻ്റെ നേരെ മറുഭാഗത്തുള്ള ഗംഗാവാലി നദി, അതിൻ്റെ തീരം, പിന്നീട് അവിടെ കുറച്ചുകൂടി മണ്ണ് ആ തീരത്തോട് ചേർന്നുള്ള സ്ഥലത്ത് പരിശോധിക്കാനുണ്ട്. ഇപ്പോൾ അവിടെ പരിശോധന നടക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ നദിയിൽ മാത്രമായിരിക്കും തിരച്ചിൽ നടക്കുന്നത്. നദിയിൽ വലിയ അളവിൽ മണ്ണ് അടിഞ്ഞുകൂടിയിട്ടുണ്ട്, മൺതിട്ട രൂപപ്പെട്ടിട്ടുണ്ട്. വലിയ കുന്നിടിഞ്ഞ് ഈ മണ്ണ് മുഴുവൻ ടൺ കണക്കിന് മണ്ണ് ഈ ഗംഗാവാലി നദിയിലേക്കാണ് പതിച്ചത്. അവിടെ വലിയ മൺതിട്ട രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെയുള്ള മണ്ണ് മാറ്റിയുള്ള പരിശോധനയായിരിക്കും ഇനി പ്രതീക്ഷ. ഏതായാലും തിരച്ചിൽ അവസാനിപ്പിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ള ജില്ലാ ഭരണകൂടവും MLA ഉൾപ്പെടെയുള്ളവരും പറയുന്നത്. തിരച്ചിൽ തുടരുക തന്നെ ചെയ്യും. നദിയിൽ ഇപ്പോൾ തുടരുന്ന തിരച്ചിൽ, നേവിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന തിരച്ചിൽ തുടരും. അതോടൊപ്പം തന്നെ കൂടുതൽ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നദിയിലെ മണ്ണുമാറ്റിയുള്ള തിരച്ചിൽ നാളെ ആരംഭിക്കുകയും ചെയ്യും. ഷമി.